ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫാം വില്ലയാണ് കേട്ടോ. ഫാം വില്ല ചാവക്കാട് എടക്കഴിയൂരാണ് കേട്ടോ. നമ്മുടെ മറൈൻ വേൾഡിൻ്റെയൊക്കെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വെറൈറ്റി പെറ്റ്സുകളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുക്കും ഫീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ ഈ ഫാം വില്ലയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഫാം വില്ലയിൽ രാവിലെ 10:30 മുതൽ ഉച്ചതിരിഞ്ഞ് 6:30 വരെയാണ് കേട്ടോ അവിടെ പ്രവേശനമുള്ളത്. അതുപോലെ തന്നെ 200 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. 100 സെൻറ്റിമീറ്ററിന് മേലെയുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും 200 രൂപയാണ് കേട്ടോ അവിടെ ടിക്കറ്റ് എടുക്കുക. അങ്ങനെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ കിടക്കുമ്പോൾ തന്നെ നമുക്ക് കുതിരകൾക്ക് കൊടുക്കാനുള്ള പുല്ലൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫീഡ് ചെയ്യാം, അതാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. ഫീഡ് ചെയ്യാം, അവയെ തൊടാം, ഒക്കെ കണ്ട് അനുഭവിക്കാനുള്ള ഒരു ചാൻസും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും അതിന് ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുതിരയ്ക്ക്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് തന്നെയായിട്ട് നമുക്കൊരു ആടിനെ കാണാം കേട്ടോ. എന്തോ ഒരു കാശ്മീരി കോട്ടാന്ന് തോന്നുന്നു. നല്ല സിൽക്കി ആയിട്ടുള്ള ഹെയറും അതുപോലെ വളഞ്ഞ കൊമ്പൊക്കെ ഉള്ള ഒരു ആടിനെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒട്ടകം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടകം അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിനെ കണ്ടിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോവാണ് കേട്ടോ. അടുത്തതായിട്ട് കുറേ വെള്ള അരയന്നങ്ങൾ കുളത്തിൻ്റെ സൈഡിലായിട്ട് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ മിസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ചൂട് കുറയാനായിട്ട് അവർ മിസ്റ്റൊക്കെ നമുക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൂളിംഗ് ഉണ്ടാവും കേട്ടോ അവിടെ ഊഞ്ഞാലൊക്കെ കാണാം നമുക്ക്. അത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കിളികളെ തന്നെയൊക്കെ അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കിളികളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിലൊക്കെ ഇരുത്താം, എല്ലാവർക്കും ഇരുത്താം. കുട്ടികൾക്കായാലും കൈകളിലൊക്കെ അവർ ഇരുത്തി തരും കേട്ടോ. ശരിക്കും കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ. അവിടെ തന്നെ ഇഗ്വാന ഒക്കെ ഉണ്ട്. അപ്പോൾ ഇഗ്വാന നമ്മുടെ മേലൊക്കെ വെച്ച് തരും കേട്ടോ അവര്. അത് കഴിഞ്ഞ് കുഞ്ഞെണ്ണ കേട്ടോ. അത് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു എണ്ണ അതൊക്കെ നമ്മുടെ മേലെ വെച്ച് തരും. എണ്ണ അങ്ങനെ കയ്യിൽ വെച്ച് കൈ കൂടെ അങ്ങനെ കയറി പോകട്ടാ. അപ്പോൾ എല്ലാവർക്കും അണ്ണാനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. അങ്ങനെ അണ്ണാൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പോകുന്നത് കുതിരയുടെ മേലെ കയറാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ പിള്ളേരും വരിവരിയായിട്ട് നിന്ന് കുതിരയുടെ മേലെ കയറുന്നുണ്ട്. സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ കയറാനായിട്ട്. അതുകൂടെ എല്ലാ പിള്ളേരും കയറുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലെ. കുതിര കയറിയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം, വീഡിയോ എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നല്ല
പ്രാവുകളെ കാണാട്ടോ കൂടിൻ്റെ ഇങ്ങനെ പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പ്രാവുകളാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഫിഷ് ടാങ്കിൻ്റെ അവിടേക്കാണ് കേട്ടോ. ഫിഷ് ടാങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള തീറ്റ അവർ തരും കേട്ടോ. ആ തീറ്റ തന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് മീനുകൾ കൊത്തിയെടുക്കും കേട്ടോ. നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ അത്. പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്തത്. ബ്ലാക്ക് കറയാണ് കാണുന്നത്. ക്യൂട്ടായിട്ടുള്ള കുള്ളൻ ആടുകളാണ് കേട്ടോ. 1.5 അടി മാത്രം പൊക്കമുള്ള ആടുകളാണ് എടുത്തത്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ആടുകൾ കാണാൻ നല്ല, നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ആ ഒരു ആട് കിടക്കുന്നത്, ആ ആടാണ് കേട്ടോ. സിങ്കോട്ട് എന്നാണ് പേര്. നല്ല നീളം രോമമുള്ള നല്ല വലിയ കൊമ്പൊക്കെ ഉള്ള ആട് കേട്ടോ. രോമങ്ങളൊക്കെ ഭയങ്കര സിൽക്കിയാണ്. സിങ്കോട്ട് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. നല്ല രസമാണ് ആടുകളെ കാണാനായിട്ട്. ഈ ഗോട്ടിൻ്റെ പേര് ടർക്കി ഡംബ ഗോട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ കൊഴുപ്പടിഞ്ഞിട്ടാണ്, വാൽഭാഗത്ത് കൊഴുപ്പടിഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്ക് ഭാഗം അത്രയും ഇങ്ങനെ തടിച്ച് നിൽക്കണത് കേട്ടോ, വലുതായി നിൽക്കണത്. അത് കൊഴുപ്പാണെന്നാണ് പറയുന്നത്. വാലിൻ്റെ ഭാഗത്ത് ഒരുപാട് കൊഴുപ്പ് അടിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കണത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് ജേക്കബ് ഷീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആടാണ് കേട്ടോ. അതിനെ കാണാൻ നല്ല ഭംഗിയാണ്. തൊടാനൊക്കെ പറ്റുന്നതുകൊണ്ട് പിള്ളേരൊക്കെ ശരിക്കും തൊട്ട് ഇത് അനുഭവിക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്തതായിട്ട് വെമ്പർ എന്ന് പറഞ്ഞ ഒരു ആടാണ് കേട്ടോ. തമിഴ്നാടാണ് അതിൻ്റെ ഒറിജിൻ എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് എമു ആണ് കേട്ടോ. എമുവിന് നമുക്ക് ഫീഡ് ചെയ്യാം. അവർ ഫീഡ് ചെയ്യാനുള്ള ഭക്ഷണമൊക്കെ നമുക്ക് ഫുഡൊക്കെ തരും. പക്ഷെ അത് ഉറങ്ങിയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത് ഫീഡ് എടുക്കില്ല. ഉറങ്ങാത്ത എമുക്കെ ഫീഡ് എടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ പേടിയായിരുന്നു. കാരണം അത് നമ്മുടെ കയ്യിൽ കൊത്തുമ്പോൾ ഇത്തിരി വേദന ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികളൊന്നും അത് കൊടുത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് കാളകളെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാളകളിങ്ങനെ പൂട്ടണ പോലെയൊക്കെ നമുക്ക് ചെയ്യാം. അതിൻ്റെ മേലിരുന്ന് അതിൻ്റെ കയറൊക്കെ പിടിച്ച് പൂട്ടുന്ന പോലെയൊക്കെ ഇരിക്കാം കേട്ടോ. അങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക്. ഇത് ബാർബറി എന്ന് പറഞ്ഞ ഒരു ആടാണ് കേട്ടോ. അത് ഒരു കുഞ്ഞും കുതിര പോണിയാണ് കേട്ടോ. അത്
കഴുതയുണ്ട് കേട്ടോ, കുഞ്ഞ് കഴുതകളുണ്ട്. ഇത് പന്നിയാണ് കേട്ടോ, ഒരു പ്രത്യേകതരം പന്നിയാന്ന് തോന്നുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേകതരം ഗൂസാണ് കേട്ടോ അത്. എന്തൊരു ഭംഗിയാന്ന് പറയുന്നത് കാണാനായിട്ട്. പലതരത്തിലുള്ള ഗൂസുകളുണ്ട് കേട്ടോ, വെറൈറ്റി ഗൂസുകളും ഒക്കെ ഉണ്ട് ഇവിടെ. അടുത്തതായിട്ട് കുറേ പട്ടിക്കുട്ടികളാണ്, പപ്പികളുടെ കുറേ വെറൈറ്റി പപ്പികളുണ്ട് കേട്ടോ അവിടെ. നല്ല കുഞ്ഞൻ പപ്പികളും വെറൈറ്റി പപ്പികളുണ്ട്. നമുക്ക് എടുക്കാനൊക്കെ പറ്റും, അവരെ തൊടാനൊക്കെ പറ്റും കേട്ടോ നമുക്ക്. കുട്ടികളൊക്കെ പപ്പീനെ എടുത്തിട്ട് താഴെ വെക്കേ ഉണ്ടായിരുന്നില്ല. അത്രയും നേരം, കുറേ നേരം അവർ എടുത്തു കേട്ടോ പപ്പീനെ. അടുത്തതായിട്ട് കുറേ വെറൈറ്റി ഫാൻസി കോഴികളാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അടുത്തതായിട്ട് ആമയാണ് കേട്ടോ, ആമ. പിന്നെ മറ്റേ കിനിപ്പന്നികൾ, മുയലുകൾ, അവയുടെ സെക്ഷനാണ് കേട്ടോ വരാൻ പോണത്. അവർക്കൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും, ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. തൊടാനും ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കാണാത്ത തരത്തിലുള്ള നല്ല വെറൈറ്റി മുയലുകൾ, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന മുയലുകൾ. അവർക്ക് കണ്ണൊന്നും അവരുടെ കാണാനില്ല, അത്രയും പഞ്ഞിക്കെട്ട് പോലെയാണ് കേട്ടോ ഈ മുയലുകൾ. ഇതിങ്ങനെ എലിയുടെ ഒരു വലിയ സാധനം പോലെ, അതിൻ്റെ പല്ലൊക്കെ ഇങ്ങനെ ഓറഞ്ച് കളറ്. അതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. നല്ല ഭംഗിയുണ്ട് അവരൊക്കെ കാണാനായിട്ട്. എന്തൊരു കോഴിപ്പൂന്ന് അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൽ പേര് എഴുതിയിട്ടേക്കണത്. പിന്നെ ഇതാ പൂച്ചകളുടെ സെക്ഷൻ, വെറൈറ്റി മറ്റേ ബംഗാൾ കാറ്റ്, പിന്നെ നമ്മുടെ കാർട്ടൂണിൽ കാണുന്ന പോലത്തെ കാറ്റുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി കാറ്റുകളുണ്ട്. ഈ കിടക്കണ പൂച്ചത്തിരി VIP ആണ് കേട്ടോ, ആൾക്ക് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് എന്താ നമ്മുടെ കങ്കാരുകളുടെ കുഞ്ഞ് കങ്കാരു പോലത്തെ അങ്ങനത്തെ ഒരു സാധനം. അതിൻ്റെ പേര് കങ്കാരു എന്നല്ല കേട്ടോ, വേറെ എന്തോ ആണ് അതിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വാലാബി എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഓസ്ട്രേലിയൻ ഓർജി. അപ്പോൾ നമ്മുടെ കങ്കാരുവിൻ്റെ ഒക്കെ ഒരു അളിയനായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മുടെ പൈത്തനുകളുടെ ലോകമായി. അവിടെ നമുക്ക് എല്ലാവർക്കും പൈത്തനുകൾ നമ്മുടെ കഴുത്തിലിട്ട് തരും കേട്ടോ. ചെറിയ മോനൊക്കെ നല്ലോണം, ഉണ്ണിക്കൊക്കെ പേടിയില്ലാണ്ട് അവൻ ഒരുപാട് നേരം ആ പാമ്പിനെ കഴുത്തിലിട്ടു കേട്ടോ. പക്ഷേ ചിലവർക്കൊക്കെ പേടി ഉണ്ടാവും. ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒന്നും ചെയ്യില്ല.
ധൈര്യമായിട്ട് നമുക്ക് കഴുത്തിലൊക്കെ ഇടാം കേട്ടോ. പേടി അർപ്പുള്ളവരൊന്നും ചിലവരിടില്ല, പക്ഷേ അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഇടാം. ഈ കാണുന്നത് ഒരു വെറൈറ്റി ഒരു ഉടുമ്പാണ് കേട്ടോ. അത് ഉടുമ്പിൻ്റെ പോലത്തെ ഒന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകതരം ചിലന്തികളൊക്കെ നമുക്ക് കയ്യിലെടുക്കാൻ തരും തോന്നുന്നു, അങ്ങനെ എടുക്കില്ല. പ്രത്യേകതരം ചിലന്തികൾ, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി പെറ്റ്സുകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ പലതരം പാമ്പുകൾ തന്നെ വെറൈറ്റി പൈത്തൻസ് തന്നെ വെറൈറ്റി ഉണ്ട്. പിന്നെ വേറൊരു സാധനം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും വന്ന് കണ്ട് അനുഭവിക്കണം കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. പറ്റിങ്ങൊക്കെ എല്ലാവരും വന്നിട്ട് കാണും. നമ്മൾ 200 രൂപ നഷ്ടമില്ല അവിടെ വന്നുകൊണ്ട്. എല്ലാവരും നമുക്ക് ഇടാനും തൊടാനും ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്നതുകൊണ്ട് പറ്റുന്നവരൊക്കെ വരിക. പിള്ളേർക്കൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആവും. നല്ല വെറൈറ്റി പെറ്റ്സിനെ കാണാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് ഒരിക്കലും ബോറടി ആവില്ല. നല്ല അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഫാം വില്ല. അത് കഴിഞ്ഞാൽ ഒരുപാട് കിളികളുടെ ലോകമുണ്ട് കേട്ടോ. ഇത് വെറൈറ്റി ഒരു കിളിയാണ് കേട്ടോ. വെറൈറ്റി നല്ല വലിയ പാലൊക്കെ ഉള്ള കോഴി. പിന്നെ ഇതാ കണ്ട ഒരുപാട് വെറൈറ്റി കോഴികളുടെ ഒരു ലോകമാണ് ഇവിടെ. അടുത്തതായിട്ട് ലോകത്തിലെ ഏറ്റവും കുഞ്ഞു കുരങ്ങന്മാരാണെന്നാണ് പറയാം കേട്ടോ. ഭയങ്കര സ്പീഡിൽ ചാടി ഓടി പോകുന്ന കുഞ്ഞു കുരങ്ങന്മാരാണ് കേട്ടോ. അപ്പോൾ പരമാവധി രാവിലെ വരാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ 6:30 ഉണ്ടായിരുന്നു. പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട കാരണം അത്രയും ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും നമുക്ക് പുറത്ത് കിടക്കും വേണം. അപ്പോൾ വരുന്നവർ നേരത്തെ പകലോടക്കനെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ട് ഒക്കെ കൂട്ടിലേക്ക് കയറി തുടങ്ങി രാത്രിയായല്ലോ. അപ്പോൾ കൂട്ടിൽ കയറി തുടങ്ങും. പിന്നെ ഈ കിളികളുടെ കൂടാണ്ട് ലവ് ബേഡ്സിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാം. പിന്നെ അധികം കിളികൾ വാങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ തോന്നുന്നു അവർ രാവിലെ മുതൽ ഫീഡ് ചെയ്തിട്ട് അവർക്ക് മതിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ പേരൊന്നും കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് മതിയായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്താ കോക്ടെയിൽ പീക്കോക്ക്, നല്ല ഭംഗിയുള്ള കുറേ ബേഡ്സ്, ലവ് ബേഡ്സ് ഉണ്ട്.
ഇത് മീർ കാറ്റാണ് കേട്ടോ. നമ്മുടെ കീരിയുടെ വർഗ്ഗത്തിൽ പെടുന്ന ഒന്നാണെന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ എഴുതിച്ചിരിക്കുന്നത് മീർ കാറ്റ് എന്നാണ് കേട്ടോ പേര്. ഇവർക്ക് ഇരുകാലിൽ നിവർന്ന് നിൽക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് ഗിനിയ ഫൗൾസ് എന്ന് പറഞ്ഞൊരു ബേഡാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഇഗ്വാനകളുണ്ട് കേട്ടോ. അങ്ങനെ മേലെ മരത്തിൻ്റെ മേലെ കയറി ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഇഗ്വാനകൾ. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ പാർക്ക് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. അത് വൈകി വന്ന കാരണം കുറച്ച് നേരം പിള്ളേർക്ക് കളിക്കാൻ കിട്ടിയുള്ളൂ. കുട്ടികൾക്ക് കഴിക്കാൻ അത്യാവശ്യ സാധനങ്ങൾ, ഊഞ്ഞാലും സീസോയും കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പാർക്കിൽ. അപ്പോൾ കുട്ടികളാക്കിയിട്ട് വരുന്നവർ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ അവർക്ക് കുറേ കൂടെ സമയം കളിക്കാനായിട്ട് കിട്ടും. 7:30 ആകുമ്പോൾ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളായിട്ട് വരുന്നവരൊക്കെ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് കുറേ നേരം പാർക്കിൽ കളിക്കാം കേട്ടോ. ഈ ഫാമില്ല എന്ന് പറയുന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പറ്റുന്നവരൊക്കെ വന്ന് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.